ഹായ് ഫ്രണ്ട്സ്, പെറ്റ്സ് ഫോർ ഇന്ത്യ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് എന്തൊക്കെ പെറ്റ്സ് സെയിലിനായിട്ട് വന്നിട്ട് ജസ്റ്റ് നോക്കിയാലോ. ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും പെറ്റ്സ് സെയിൽ ചെയ്യുകയാണെങ്കിൽ നേരതാ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മാത്രം മതി. പിന്നെ വീഡിയോസ് അയക്കുമ്പോൾ നിങ്ങളൊരു 40 സെക്കൻഡിൽ മിനിമം അയക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ പറയണം. അതായത് നിങ്ങളുടെ പേര്, പെറ്റ്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം കാര്യം നമുക്ക് ആ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ടാണ് 40 സെക്കൻഡ് പറയാൻ പറയുന്നത്. അതേപോലെ വീഡിയോ അയക്കുമ്പോൾ വീതിയിൽ അയക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് പെറ്റ്സിനെ നേരിട്ട് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മളൊരു നേരെ അയക്കാൻ പറയുന്നത് കേട്ടോ. അതുപോലെ ഓരോ വീഡിയോയിലൊപ്പം നമ്മൾ നമ്പർ 1, നമ്പർ 2, നമ്പർ 3 അല്ലെങ്കിൽ A1, A2, A3 എന്ന് കൊടുത്തിട്ടുണ്ടാവും. അതനുസരിച്ചാണ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓണേഴ്സിന്റെ നമ്പേഴ്സ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതനുസരിച്ചാണ് നിങ്ങൾ വിളിച്ചു നോക്കിയാലും ബാക്കി കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനും വേണ്ടിയിട്ട്. അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകും. അതിനുമായിട്ടൊരു കാര്യം പറയാണ്ട്, നമ്മൾ 1K എത്തുമ്പോൾ ഒരു ഗീവ് അവേ കൂടി നമ്മുടെ ചാനൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ വേഗം നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വേഗം 1K എത്താം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇന്ന് നമുക്ക് സെയിലിനായിട്ട് ആദ്യം വന്നിട്ടുള്ളത് കാറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ 3 ക്യാറ്റാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. 2 ഫീമെയിൽ 1 മെയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മെയിൽ ഏതാന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ വൈറ്റ് പേർഷ്യൻ ക്യാറ്റാണ്. 1.5 വയസ്സാണ് പ്രായം വരുന്നത്. 1500 രൂപയാണ് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ അടുത്ത ക്യാറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ സെമി പഞ്ചാണ്, ഫീമെയിൽ ആണ്. അപ്പോൾ നല്ല രീതിയിൽ റിസൾട്ട് ഉള്ള ഒരു ഫീമെയിൽ ആണ്. 4 കുട്ടികൾ കുറഞ്ഞത് കിട്ടാറുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാറ്റിന് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 3000 രൂപയാണ്. അടുത്ത് നോക്കി നമ്മുടെ കാലിക്കോ ആണ്. അപ്പോൾ റിസൾട്ട് ഉള്ള നല്ലൊരു ഫീമെയിൽ ക്യാറ്റാണ്. 6 കുട്ടികൾ കുറഞ്ഞത് കിട്ടാറുണ്ട്. ഈ ഒരു കാലിക്കോ ഫീമെയിലിന് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 3000 രൂപയാണ്. അപ്പോൾ സ്ഥലം വരുന്നത് തിരുവനന്തപുരമാണ്. ഓണറുടെ പേര് രാജേഷ് എന്നാണ് കേട്ടോ. അപ്പോൾ എക്സ്ചേഞ്ച് ആൾക്ക് താല്പര്യമുണ്ട്. ബേഡ്സ് ആയിട്ടും പ്രാവോളൊക്കെ ആയിട്ട് ആൾക്ക് എക്സ്ചേഞ്ചിന് താല്പര്യമുണ്ട്. അപ്പോൾ ആർക്കും താല്പര്യം നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസും കൂടി ഉറപ്പുവരുത്താവുന്നതാണ് കേട്ടോ. അടുത്ത് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ബെറ്റ ഫിഷ് ആണ് കേട്ടോ. അപ്പോൾ വൈറ്റ് ഓയിച്ചമാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ സ്ഥലം വരുന്നത് തിരുവനന്തപുരമാണ്. അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് പെയറിന് 250 രൂപയാണ്. അപ്പോൾ ഓൾ കേരള കൊറിയർ പോസിബിൾ ആണ്. അപ്പോൾ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, വിളിച്ച് കോൺടാക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് ഒന്നുകൂടിയും ഉറപ്പുവരുത്താവുന്നതാണ്. അപ്പോൾ കൂടുതൽ ബെറ്റാസൊക്കെ അദ്ദേഹത്തിൽ കൊടുക്കാണ്ട് അതൊക്കെ നേരിട്ട് ചോദിച്ച് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ള ഒരു അടിപൊളി റെഡ് ടേ കാറ്റ് ഫിഷ് ആണ് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥലം വരുന്നത് മലപ്പുറമാണ് കേട്ടോ. അപ്പോൾ ഓൾ കേരള കൊറിയർ പോസിബിൾ ആണ്. ഈ ഒരു റെഡ് ടേ കാറ്റ് ഫിഷിന് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 250 രൂപയാണ് കേട്ടോ. അപ്പോൾ ഓണറുടെ പേര് റിൻഷാം എന്നാണ്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് ഒന്നുകൂടി ഉറപ്പുവരുത്താവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ അടുത്ത വീഡിയോ ആയിട്ട് പോകാം. അടുത്തതായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ള നമ്മുടെ ഗപ്പീസ് ആണ് കേട്ടോ. അപ്പോൾ ഏത് വെറൈറ്റി നോക്കി നമ്മുടെ പ്ലാറ്റിനം റെഡ് ഡംബോയേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് നല്ല ഇയറും അതുപോലെ പ്ലാറ്റിനം ഒക്കെ നല്ല രീതിക്ക് ഫില്ലായ ഗപ്പീസ് ആണ്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഗപ്പീസ് ആണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് പെയറിന് 150 രൂപയാണ്. അപ്പോൾ സ്ഥലം വരുന്നത് മലപ്പുറമാണ് കേട്ടോ. അപ്പോൾ ഓൾ കേരള കൊറിയർ പോസിബിൾ ആണ്. ഗപ്പീസിന് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ബ്രീഡിംഗ് പേയേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 150 രൂപയാണ് കേട്ടോ. നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ വിളിച്ച് കോൺടാക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് ഒന്നുകൂടി ഉറപ്പെടുത്തുക കേട്ടോ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നുള്ള വെറൈറ്റി ഒരു പെറ്റാണ് കേട്ടോ. അപ്പോൾ അധികം നമുക്ക് സെയിൽ പോസ്റ്റ് ഒന്നും വരാത്ത ഒരു ഐറ്റം ആണ്. നമ്മുടെ ഏതാ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആമയാണ്. അപ്പോൾ ഏതാ വെറൈറ്റി നോക്കി കഴിഞ്ഞാൽ നമ്മുടെ റെഡ് ഇയർ സ്ലൈഡർ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ആമയ്ക്ക് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 700 രൂപയാണ്. അപ്പോൾ സ്ഥലം വരുന്നത് മലപ്പുറമാണ്. ഓൾ കേരള കൊറിയർ പോസിബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്യുക, ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചറിയുക. അപ്പോൾ നമുക്ക് നേരെ അടുത്ത വീഡിയോട്ട് പോകാം. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നുള്ള ബെറ്റാസ് ആണ് കേട്ടോ. അപ്പോൾ ഏത് വെറൈറ്റി കഴിഞ്ഞാൽ നമ്മുടെ റെഡ് ഫുൾ മൂൺ ആണ്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബ്രീഡിംഗ് പെയറിന് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 350 രൂപയാണ്. ഓൾ കേരള കൊറിയർ പോസിബിൾ ആണ്. അപ്പോൾ സ്ഥലം വരുന്നത് മലപ്പുറമാണ്. നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസും കൂടിയും ഉറപ്പെടുത്തുക കേട്ടോ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നുള്ള ഫിഞ്ചസ് ആണ് കേട്ടോ. അപ്പോൾ 4 മാസം മാത്രം പ്രായമുള്ള ഫിഞ്ചസോളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സ്ഥലം വരുന്നത് കണ്ണൂരാണ്. അപ്പോൾ ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് പെയറിന് 350 രൂപയാണ്. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ്. അപ്പോൾ സ്ഥലം വരുന്നത് കണ്ണൂരാണ്. ഓണറുടെ പേര് മെൽബിൻ ആണ്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് ഒന്നുകൂടി ഉറപ്പുവരുത്താവുന്നതാണ് കേട്ടോ. അടുത്ത നമുക്ക് സെയിലിനായിട്ട് വന്നുള്ള കുറച്ചധികം പ്രാവളാണ് കേട്ടോ. അപ്പോൾ മിക്സഡ് ആണ്. അപ്പോൾ നല്ല ക്രോസ് സ്പീഡൊക്കെ ഉള്ള പ്രാവളാണ്. നല്ല ക്വാളിറ്റി ഉള്ള ബ്രീഡിംഗ് പേയേഴ്സ് ആണ് അദ്ദേഹത്തിൻ്റെ കൊടുക്കാറുള്ളത്. അപ്പോൾ സ്ഥലം വരുന്നത് തൃശ്ശൂരാണ്. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ബ്രീഡിംഗ് പെയറിന്, അതായത് ഒരു പേരിന് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 250 രൂപയാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് ഒന്നുകൂടി ഉറപ്പെടുത്തുക. അപ്പോൾ ഓണറുടെ പേര് സഞ്ജയ് എന്നാണ്. സ്ഥലം വരുന്നത് തൃശ്ശൂരാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്ന് സെയിലിനായിട്ട് വന്ന പെറ്റ്സും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം മറക്കണ്ട, ഗിവ് അവേയുടെ കാര്യം മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് സെയിലിനായിട്ട് വന്ന പെറ്റ്സും ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇതുവരെ നിങ്ങളുടെ എന്തെങ്കിലും പെറ്റ്സ് സെയിൽ ചെയ്യുകയാണെങ്കിൽ ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ഞാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും ബൈ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.